ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നു. പലപ്പോഴും കേൾക്കുകയും എന്നാൽ എന്താണെന്ന് കൃത്യമായി പറയുവാൻ വാക്കുകൾ കിട്ടാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്താണെന്നല്ലേ? എന്താണ് ഹലാൽ, എന്താണ് ഹറാം? ഈ ചോദ്യങ്ങളുടെ ഉത്തരം പലപ്പോഴും മുസ്ലിങ്ങൾ പോലും മനസ്സിലാക്കിയോ എന്നത് സംശയകരമാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾ അറുത്ത കോഴി തിന്നാമോ? യാത്രയിൽ മാംസാഹാരം ലഭിച്ചാൽ എന്തു ചെയ്യും? എന്നിങ്ങനെ മുസ്ലിം സമൂഹം ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ഈ ഹലാലിറച്ചി മത തീവ്രവാദം വളർത്താനുള്ള സൃഷ്ടിയാണോ എന്ന് ആരോപിക്കാനും ചിലർ മടിക്കാറില്ല. ബിരിയാണി ഹലാലാക്കാൻ ഉമിനീര് പുരട്ടുന്നു എന്ന് പോലും അല്പം മുമ്പ് TV ചർച്ചകൾ പോലും നടന്നിരുന്നത് ഓർക്കുന്നുണ്ടാവും. അമുസ്ലിങ്ങളുടെ അറിവിൽ ഒരുപക്ഷെ ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലുകളും മാംസ പാക്കറ്റുകളുമാവും ആദ്യം മനസ്സിൽ ഓടി വരിക. എന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും വലയം ചെയ്യുന്ന, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുടെയും കർമ്മങ്ങളുടെയും ഇസ്ലാമിക വെളിപ്പേരാണ് ഹലാലും ഹറാമും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഡൂസ് ആൻഡ് ഡോൺസ്. ഭക്ഷണം അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം. ബാക്കി മുഴുവൻ ജീവിതത്തിനും മാർഗദർശനം നൽകുന്ന ധാർമ്മിക പാഠശാലയാണത്. അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതും ചെയ്താൽ ദോഷകരമായതും നമ്മുടെ ബുദ്ധിയുടെ, യുക്തിയുടെ വികാസമനുസരിച്ച് മാറി മാറി രൂപപ്പെടേണ്ട ഒന്നല്ലേ? മനുഷ്യന് അതെല്ലാം തീരുമാനിക്കാനുള്ള ത്രാണിയില്ലേ എന്നൊക്കെ സ്വാഭാവികമായും ചിന്തിച്ചേക്കാം. വരട്ടെ, കാര്യങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഹലാൽ എന്നാൽ അനുവദനീയമായത്, നിയമപരമായത്. ഹറാം എന്നാൽ നിഷിദ്ധമായത്, നിയമവിരുദ്ധമായത്. ഈ ആശയങ്ങൾ ഇസ്ലാമിക ജീവിത രീതിയുടെ ധാർമ്മികവും നിയമപരവും ആത്മീയവുമായ നട്ടെല്ലാണ്. വെറും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുടെ ഏകപക്ഷീയമായൊരു പട്ടിക എന്നതിലുപരി മനുഷ്യരാശിയെ സമഗ്രമായ ക്ഷേമത്തിലേക്ക് നയിക്കാൻ, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ദൈവിക ഇച്ഛയുമായി യോജിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു അഗാധമായ ദാർശനിക ചട്ടക്കൂടാണ് ഈ ഹലാൽ ഹറാം എന്ന വർഗീകരണം. ഈ വേർതിരിവിന്, അതായത് ഹലാലും ഹറാമും എന്ന വിഭജനത്തിന് പിന്നിലെ പരമമായ യുക്തി 3 അടിസ്ഥാന തത്വങ്ങളിൽ വേരൂന്നിയതാണ്. 1. ദൈവിക പരമാധികാരം. 2. മനുഷ്യ താൽപ്പര്യ സംരക്ഷണം. 3. അനുവദനീയതയുടെ ഒരു പൊതുതത്വം. ചെറുതായി ഇവയെ ഒന്ന് പരിചയപ്പെടാം. 1. അടിസ്ഥാനം ദൈവിക പരമാധികാരം എന്ന കാഴ്ചപ്പാടാണ്. ഹലാലിൻ്റെയും ഹറാമിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പരമാധികാരത്തെ, അഥവാ നമ്മൾ തൗഹീദ് എന്ന് പറയും, അതിനെ അംഗീകരിച്ചുകൊണ്ടാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടെന്തെന്നാൽ മനുഷ്യനുൾപ്പെടെ മുഴു പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവും അതിൻ്റെ സംരക്ഷകനും ദൈവമാണെന്നാണ്. അതിനാൽ തന്നെ അടിസ്ഥാനപരമായ നിയമനിർമ്മാണത്തിലുള്ള അവകാശം ദൈവത്തിൽ നിക്ഷിപ്തമാണ് എന്ന് കരുതി മനുഷ്യൻ അവന് വേണ്ട നിയമനിർമ്മാണം നടത്തരുതെന്നോ അത് വിശ്വാസികൾ അനുസരിക്കരുതെന്നോ ഇതിനർത്ഥമില്ല. ഒരു മുസ്ലിം തൻ്റെ വ്യക്തി ജീവിതത്തിൽ മാർഗദർശനം എന്ന രീതിയിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന ചിട്ടകൾ മാത്രമാണിത്. താൻ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സർവ്വ നിയമങ്ങളും പാലിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ്. വിശുദ്ധ ഖുർആൻ ഇതിനെ വ്യക്തമാക്കാൻ സൂറ യൂനുസിൽ ചോദിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. കുൽ അറായിത്തും മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വ ഹലാല കുൽ അല്ലാഹു അസിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ. പറയുക, അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള ആഹാരത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവയിൽ ചിലത് നിങ്ങൾ നിഷിദ്ധമാക്കുകയും ചിലത് അനുവദനീയമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ചോദിക്കുക, അള്ളാഹു ആണോ നിങ്ങൾക്കിതിന് അനുമതി നൽകിയത്, അതോ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമക്കുകയോ? ഇവിടെ നിയമപരമായി അനുവദനീയമായതെന്താണെന്നും നിഷിദ്ധമായതെന്താണെന്നും പ്രഖ്യാപിക്കാനുള്ള പരമോന്നത അവകാശം അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ് പ്രധാന തത്വം. കാരണം സ്വാഭാവികം, സ്രഷ്ടാവിനാണ് ഏതെല്ലാം വസ്തുക്കൾ തൻ്റെ സൃഷ്ടികൾക്ക് ശാരീരികവും ധാർമ്മികവും ആധ്യാത്മികവുമായ വികാസത്തിന് പ്രയോജനപ്രദവും
ഹാനികരവുമെന്ന് ആദ്യന്തമായി അറിയുക. അപ്പോൾ ഈ ഡൂസ് ആൻഡ് ഡോൺസ് തൻ്റെ പ്രവാചകർ മുഖേന ദൈവം വെളിപ്പെടുത്തുന്നു. അതല്ലാതെ മനുഷ്യന് കേവലം തോന്നലുകൾ വഴി മാത്രം ഈ മേഖല കൈയടക്കാൻ പാടില്ല. ഇവിടെ സ്വാഭാവികമായും ഉയരാവുന്ന ഒരു ചോദ്യം, മനുഷ്യന് സ്വയം ഈ തീരുമാനം എടുത്താൽ പോരെ എന്നാണ്. ശരി, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ഒരു ഉദാഹരണം, മദ്യത്തിൻ്റെ കാര്യമെടുക്കാം. ക്രിസ്തുവിന് 7000 വർഷം മുമ്പ് മുതൽ ഉപയോഗത്തിലുള്ള മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് തിരിച്ചറിയാൻ 7700 വർഷങ്ങൾ വേണ്ടി വന്നു. അതുവരെ മനുഷ്യൻ മദ്യപിച്ചുകൊണ്ടിരുന്നു ഇതറിയാതെ. 18-ാം നൂറ്റാണ്ടിലാണ് മദ്യത്തിൻ്റെ ഹാനികരമായ വശത്തെക്കുറിച്ച് ശാസ്ത്രം തിരിച്ചറിയുന്നത്. തിന്മകൾ അധികമായതിനാൽ അത് ഉപേക്ഷിക്കാൻ അങ്ങനെ ആഹ്വാനം ചെയ്തു. രസകരമായ കാര്യം അതുമല്ല, മദ്യക്കുപ്പികളിൽ ഹാനികരമെന്ന ലേബൽ പ്രത്യക്ഷപ്പെടുന്നത് 1988 മാത്രമാണ്. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ അവതരിച്ച ഇസ്ലാം മദ്യാസക്തരായ അറബികളെ ഒറ്റ കൽപ്പന വഴി മദ്യം ഉപേക്ഷിച്ചവരായി മാറ്റി. മദ്യത്തിൻ്റെ നല്ല വശങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ തിന്മകൾ അധികമായതിനാൽ ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്തു. ഇതിനെ പ്രശംസിക്കാത്തവരില്ല. ഇതുപോലുള്ള അടിസ്ഥാന കൽപ്പനകൾ നേരായ മാർഗത്തെ മനുഷ്യൻ്റെ തോന്നലുകളിൽ നിന്നും അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവണതകളിൽ നിന്നും സ്വാർത്ഥ താൽപ്പര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ധാർമ്മിക സൂചിക സ്ഥിരവും അതീന്ദ്രിയവുമായി നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ വഴികേടിൻ്റെ അതിരുകൾ നിശ്ചയിക്കുന്നത് നല്ലതല്ലേ? വാസ്തവത്തിൽ അതാണ് ഹലാൽ എന്ന് പറഞ്ഞതുകൊണ്ട്, അതുപോലെ ഹറാം നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അവൻ്റെ തന്നെ നന്മക്കായി ചില അടിസ്ഥാന തത്വങ്ങളിൽ മനുഷ്യൻ്റെ കൈകടത്തലുകൾ ഒഴിവാക്കുന്നു. ഉദാഹരണത്തിന്, നേരത്തെ പറഞ്ഞ മദ്യം ഹാനികരമെന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യൻ്റെ ആരോഗ്യ മേഖലയിലെ പുരോഗതിക്കായി മാത്രം കാത്തിരുന്നുവെങ്കിൽ 12 നൂറ്റാണ്ടുകൾ നാം നഷ്ടപ്പെടുത്തുമായിരുന്നു. അതിനാൽ സ്രഷ്ടാവിൻ്റെ കൽപ്പനകൾ സൃഷ്ടികൾക്ക് ക്രിയാത്മകവും സാർത്ഥകവുമായ പുരോഗതിക്ക് ആക്കം കൂട്ടുമെന്ന് താൽപ്പര്യം. ഇനി രണ്ടാമത്തെ കാര്യമെടുക്കാം. അത് അടിസ്ഥാനപരമായ അനുവദനീയതയുടെ പൊതുതത്വമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സൃഷ്ടിജാലങ്ങളുടെ ബഹുഭൂരിപക്ഷത്തെയും ഭരിക്കുന്നത് കാരുണ്യം നിറഞ്ഞൊരു ദർശനമാണ്. അവൻ റഹ്മാനാണ്, റഹീമാണ്, പരമകാരുണികനാണ്, കരുണാവാരിധിയാണ്. എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായ അവസ്ഥ അനുവദനീയമായതാണ്. അല്ലാതെ എല്ലാത്തിനെയും ഹറാമിൽ വരിഞ്ഞു കിട്ടിയിട്ടില്ല. ഹറാമായ അഥവാ നിഷിദ്ധമായ കാര്യങ്ങളുടെ മേഖല മനഃപൂർവ്വം ചെറുതും കൃത്യമായതും വ്യക്തമായ പ്രമാണങ്ങളിൽ, അതായത് വിശുദ്ധ ഖുർആനും സുന്നത്തും ഹദീസും വഴി നിർവചിക്കപ്പെട്ടതുമാണ്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യസ്അലൂനക മാസാ ഉഹില്ല ലഹും, തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതെന്തെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, കുൽ ഉഹില്ല ലക്കും മുത്തയ്യിബാത്ത്, പറയുക, എല്ലാ പരിശുദ്ധ വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധമല്ലാത്ത വസ്തുക്കളും വേണമെന്ന് ശഠിക്കുന്നവരെ തീക്കൊള്ളിയെ അതിൻ്റെ ഭംഗി കണ്ട് തനിക്കായി ആവശ്യപ്പെടുന്ന പൈതലിനോടെ ഉപമിക്കാൻ സാധിക്കൂ. ചുരുക്കത്തിൽ എല്ലാ വസ്തുക്കളും ശുദ്ധമായതും ഹലാലും അനുവദനീയമാണ്. അല്ലാതെ അനുവദനീയമാക്കാൻ ഉമിനീര് ചേർക്കുകയൊന്നും വേണ്ട. നോക്കൂ, എത്ര വ്യക്തമാണ്, എത്രമാത്രം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഇത് സ്രഷ്ടാവിൻ്റെ അനന്തമായ കാരുണ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിയന്ത്രണങ്ങളാൽ ജീവിതം അനാവശ്യമായി ഭാരപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു. ഹലാലിൻ്റെ വിശാലമായ ലോകം മനുഷ്യജീവിതവും വ്യാപാരവും ഭക്ഷണവും സാമൂഹിക ഇടപെടലുകളും അടിസ്ഥാനപരമായി എളുപ്പമുള്ളതും സൗകര്യപ്രദവുമാണെന്ന് ഉറപ്പാക്കുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും അത് നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ചോദിച്ചേക്കാം, എങ്കിൽ ഹറാം അല്ലെങ്കിൽ നിഷിദ്ധമായ കാര്യങ്ങളും ഇല്ലേ എന്ന്. ഉണ്ട്. പക്ഷെ തുലോം കുറഞ്ഞതും നിർദ്ദിഷ്ടവുമായ ഈ പാടില്ലാത്ത കാര്യങ്ങൾ വ്യക്തമായ അതിരുകളായിട്ട് വർത്തിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിനും ആത്മാവിനും മനസ്സിനും സമൂഹത്തിനും ആദ്യന്തം ദോഷകരമെന്ന് കരുതുന്ന പ്രവർത്തനങ്ങൾക്കും വസ്തുക്കൾക്കും ചുറ്റും
അവ വ്യക്തമായ വിഭജന രേഖ തീർക്കുന്നു. ആവശ്യമായ ധാർമ്മിക അതിർവരമ്പ് സൃഷ്ടിക്കുന്നു. ഒരു നിയന്ത്രണമൊക്കെ വേണ്ടേ? അതെ, അധികമായാൽ അമൃതും വിഷം. കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, എന്നാൽ ഒന്നിലും അമിതത്വമരുത്. ഇത് തന്നെയല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ റെക്കമെൻഡേഷൻ, അമിതത്വം പാടില്ല എന്നുള്ളത്. ഇനി ഈ ഹറാമിൻ്റെയും ഹലാലിൻ്റെയും പിന്നിലെ യുക്തി എന്താണ്? ഹലാലിൻ്റെയും ഹറാമിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം 5 അത്യന്താപേക്ഷിതമായ മനുഷ്യ ക്ഷേമ ആവശ്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അതെന്തെല്ലാമാണ്? ഒന്നാമതായിട്ട് മതസംരക്ഷണം. ഒരു വ്യക്തിയുടെ വിശ്വാസത്തെയും ദൈവവുമായുള്ള ബന്ധത്തെയും സംരക്ഷിക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം. അതിൽ പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ ശിർക്ക് അഥവാ യഥാർത്ഥ സ്രഷ്ടാവിനെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടത്തെ ആരാധനാപാത്രമാക്കുക, അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ നിഷേധിക്കൽ, അതെല്ലാം നിരോധിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്, ഹറാമിൽ പെട്ടതാണ്. കാരണം അവ സ്രഷ്ടാവുമായുള്ള നേരിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും ജീവിതത്തിൻ്റെ ആത്മീയ അടിത്തറയെ തകർക്കുകയും ചെയ്യുന്നു. അതിനാൽ ആത്മാവിനെ പരിപോഷിപ്പിക്കാനും വിശ്വാസം ശക്തിപ്പെടുത്താനും ആവശ്യമായ എല്ലാ ആരാധനാകർമ്മങ്ങളും അഥവാ ഇബാദത്ത് അത് ഹലാലാകുന്നു, അത് ചെയ്യേണ്ടതാകുന്നു. പിന്നെ വരുന്നത് ജീവൻ്റെ സംരക്ഷണം. മതസംരക്ഷണം കഴിഞ്ഞ് അടുത്തത് ജീവൻ്റെ സംരക്ഷണമാണ്. ശാരീരിക നിലനിൽപ്പിൻ്റെയും ക്ഷേമത്തിൻ്റെയും സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം. മനുഷ്യനെന്ന വർഗം നിലനിന്ന് പോകണമല്ലോ. കൊലപാതകം, ആത്മഹത്യ, എല്ലാത്തരം അക്രമം എല്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശവം, അതായത് സ്വയം ചത്ത മൃഗത്തിൻ്റെ മാംസം, രക്തം, പന്നിമാംസം, ഏകനായ ദൈവത്തെ അഥവാ അറബിയിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിലല്ലാതെ അറക്കപ്പെട്ടവ, അവ നിരോധിക്കപ്പെട്ടവയിൽ പെടുന്നു, ഹറാമാക്കിപ്പെട്ടവയിൽ പെടുന്നു. ചത്ത മൃഗത്തെയും രക്തത്തെയും ഒഴിവാക്കുന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല. പിന്നെയുള്ളത് പന്നിമാംസത്തിൻ്റെ കാര്യമാണ്. യു ആർ വാട്ട് യു ഈറ്റ്. നമ്മുടെ ആഹാരശീലം നമ്മെ നിർവചിക്കുന്നു. പന്നിയുടെ ഭക്ഷണശീലവും സ്വഭാവവും ആ മൃഗത്തിനെ അശുദ്ധവും മലിനവുമായി കണക്കാക്കുവാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു. ഭക്ഷണം ശരീരത്തെ മാത്രമല്ല ധാർമ്മികവും ആധ്യാത്മികവുമായ അവസ്ഥകളെയും സ്വാധീനിക്കുന്നു. അതുപോലെ പ്രധാനമാണ് ഉദ്ദേശശുദ്ധിയും. അതിനാലാണ് ദൈവേതരരുടെ പേരിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കരുത് എന്ന് വന്നിട്ടുള്ളത്. ഉദ്ദേശശുദ്ധി വളരെ പ്രധാനമാണ്. ചില സംശയങ്ങൾ ഉയരാം, പന്നി അല്ലാത്തതെല്ലാം അനുവദനീയമാണോ എന്ന്. അതായത് പന്നിയല്ലാതെ വേറെന്തെല്ലാം ജീവികളുണ്ട്, കൂറ, പാറ്റ, എട്ടുകാലി, പട്ടി, അങ്ങനെ പട്ടിക നീളുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ ഹലാലും തയ്യിബുമായത് ഭക്ഷിക്കാൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അതായത് അനുവദനീയവും പരിശുദ്ധവും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി അഥവാ സുന്നത്തും വാക്കുകൾ അഥവാ ഹദീസും പ്രകാരം ഹറാം കൂടാതെ മംനു, അതായത് നിഷിദ്ധമാക്കപ്പെട്ടത് കൂടാതെ വിലക്കപ്പെട്ടത് കൂടിയുണ്ട്. അവയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു. ഹലാലും ഹറാമും നിശ്ചയിക്കാൻ മറ്റൊരു കാരണം ബുദ്ധിയുടെ സംരക്ഷണമാണ്. ധാർമ്മിക വിവേചനാധികാരത്തിനും ദൈവത്തെ തിരിച്ചറിയുന്നതിനും കഴിവ് നൽകുന്ന സവിശേഷമായ ഒരു ദാനമാണ് ബുദ്ധി. ഇതിനായി ലഹരി വസ്തുക്കളും മനസ്സിന് മാറ്റം വരുത്തുന്ന പദാർത്ഥങ്ങളും മദ്യവും ഒക്കെ അതിനകത്ത് വരും. കർശനമായി നിരോധിച്ചിരിക്കുന്നു. കാരണം അവ മാനസിക വ്യക്തതയില്ലായ്മ ചെയ്ത് വിവേചന ബുദ്ധിയെ ദുർബലപ്പെടുത്തുകയും നൈതിക ഉത്തരവാദിത്തത്തെ അപകടപ്പെടുത്തുകയും അതുവഴി ഒരു വ്യക്തിയുടെ ധാർമ്മികവും ആത്മീയവുമായ ജീവിതം നയിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. വിജ്ഞാനം തേടുക, ചിന്ത, മാനസിക വ്യക്തത നിലനിർത്തുക, ഇതെല്ലാം പ്രോത്സാഹിക്കപ്പെടുന്ന ഹലാലുകളാണ്. മറ്റൊരു കാര്യം വംശപരമ്പരയുടെ സംരക്ഷണമാണ്. ഈ ലക്ഷ്യം കുടുംബഘടകത്തെയും വംശാവലിയെയും പ്രത്യുൽപാദനത്തിൻ്റെ വിശുദ്ധിയെയും സംരക്ഷിക്കുന്നു. എന്നാൽ ഏത് വിധേനയും ഇതാകാവതല്ല. അതിനൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, ഏത് രീതിയിൽ വംശ സംരക്ഷണം നടത്തണം എന്നുള്ളത്. വ്യഭിചാരം നിരോധിച്ചിട്ടുണ്ട്. കാരണം അത് കുടുംബത്തിൻ്റെ പവിത്രതയെ ലംഘിക്കുന്നു, വംശാവലിയിൽ അവ്യക്തത വരുത്തുന്നു,
സമൂഹത്തെ അസ്ഥിരപ്പെടുത്തുന്നു. അത് ഹറാം അഥവാ നിരോധിച്ചതാകുന്നു. സന്താനോൽപാദനത്തിനും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിനുമുള്ള നിയമപരവും സംരക്ഷിതവുമായ ചട്ടക്കൂടായി വിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഇനി മറ്റൊരു കാര്യം സ്വത്ത് സംരക്ഷണം എന്നുള്ളതാണ്. അതും സമൂഹത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഈ ലക്ഷ്യം സ്വത്തവകാശങ്ങളുടെ സംരക്ഷണവും സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നൈതികതയും ഉറപ്പാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പലിശ, മോഷണം, കൈക്കൂലി, ചൂതാട്ടം ഇവയെല്ലാം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അവ മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി നേടുന്നതിനും സമ്പത്ത് വ്യവസ്ഥിതിയിൽ അരക്ഷിതാവസ്ഥയും ചൂഷണവും കൊണ്ടുവരുന്നതിനും ഇടയാകുന്നു. അവയെല്ലാം ഹറാമിൽ ഉൾപ്പെടുന്നു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ. ഇതിന് ബദലായി നീതിയുക്തമായ സമ്പത്ത് വിതരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ന്യായമായ വ്യാപാരം, ധാർമ്മിക നിക്ഷേപം, സക്കാത്ത്, ദാനധർമ്മങ്ങൾ എന്നിവ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹലാലിൻ്റെ കൂടെ നേരത്തെ സൂചിപ്പിച്ച തൊയ്യിബ്, പരിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഹലാലൻ തൊയ്യിബൻ എന്ന തത്വം, അത് നിയമപരവും ഉത്തമവുമായ കാര്യങ്ങൾ. ഇസ്ലാമിക ധാർമ്മികത പലപ്പോഴും ഹലാൽ എന്ന പദത്തെ തൊയ്യിബ് അഥവാ ഉത്തമം, പരിശുദ്ധം, നല്ലത് എന്ന പദവുമായി ജോഡിയാക്കുന്നു. ഈ ജോഡിയാക്കൽ ദാർശനികമായ പരിഷ്കരണത്തിൻ്റെ ഒരു നിർണായക ഘടകമാകുന്നു. ഒരു പ്രവൃത്തിയോ വസ്തുവോ നിയമപരമായി അനുവദനീയമായത് അഥവാ ഹലാൽ മാത്രമല്ല, അത് ധാർമ്മികമായും ആത്മീയമായും ശാരീരികമായും ശുദ്ധമായത് അഥവാ തൊയ്യിബ് കൂടി ആയിരിക്കണം. ഉദാഹരണത്തിന് ഭക്ഷണം നിയമപരമായി ഹലാലായിരിക്കാം. ഉദാഹരണത്തിന് കോഴി അറുത്ത് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് മലിനമാവുകയോ കേടാവുകയോ വൃത്തിയില്ലാത്ത രീതിയിൽ തയ്യാറാക്കുകയോ ചെയ്താൽ അത് തൊയ്യിബ് അല്ലാതാവും. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഒരു സാമ്പത്തിക ഇടപാട് രൂപത്തിൽ അത് നോക്കുമ്പം ഹലാലായിരിക്കാം. എന്നാൽ അതിൽ വഞ്ചനയോ ചൂഷണമോ അമിതമായ അപകട സാധ്യതയോ ഉണ്ടെങ്കിൽ അത് തൊയ്യിബിൻ്റെ വിഭാഗത്തിൽ നിന്ന് മാറുന്നു. അപ്പോൾ അത് അനുവദനീയമല്ല. ഈ ഇരട്ട ആവശ്യകത ഒരു മുസൽമാനെ കേവലം നിയമപരമായ അനുസരണത്തിനപ്പുറം ഒരാഴത്തിലുള്ള ധാർമ്മിക അവബോധത്തിലേക്ക് നയിക്കുന്നു. അവരുടെ തിരഞ്ഞെടുപ്പുകൾ അവർക്കും സമൂഹത്തിനും പരമാവധി പ്രയോജനത്തിലേക്കും ഏറ്റവും കുറഞ്ഞ ദോഷത്തിലേക്കും നയിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ചുരുക്കത്തിൽ ഇസ്ലാമിലെ ഹലാൽ ഹറാം വ്യവസ്ഥിതി സ്രഷ്ടാവ് സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ഒരു സമഗ്ര ജീവിത തത്വശാസ്ത്രമാണ്. അതിലെ നിയമങ്ങൾ കേവലം കൽപ്പനകളല്ല, മറിച്ച് മനുഷ്യൻ്റെ അഭിവൃദ്ധി, ആത്മീയ വികാസം, സാമൂഹിക നീതി എന്നിവ സുഗമമാക്കാൻ രൂപകൽപ്പന ചെയ്ത ദൈവിക കോഡുകളാണ്. ശരീഅത്തിൻ്റെ മതവിധിയുടെ 5 അത്യന്താപേക്ഷിതമായ ഞാൻ വിവരിച്ച ലക്ഷ്യങ്ങൾ അവ സംരക്ഷിക്കുകയും നിയമപരതയ്ക്കൊപ്പം ശുദ്ധീകരണം ഊന്നിപ്പറയുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസിയുടെ തിരഞ്ഞെടുപ്പുകൾ, അവർ കഴിക്കുന്ന ഭക്ഷണം മുതൽ അവർ സമ്പാദിക്കുന്ന പണം വരെ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ ആരാധിക്കുകയും ലോകത്തിന് നന്മയായി നിലകൊള്ളുകയും ചെയ്യുക എന്നതിന് യോജിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഈ വ്യവസ്ഥ ഉറപ്പാക്കുന്നു. അതത്ര വാസ്തവത്തിൽ ഹലാലും ഹറാമും നിഷിദ്ധമായതും അനുവദനീയമായതുമായ കാര്യങ്ങൾ മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ളത്. അത് പാലിക്കുക വഴി സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം ഈ ലോകത്ത് ഉറപ്പുവരുന്നു. കേട്ട നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.